ജിന്നിയുടെ കല്യാണ ദിവസം ഒരു പയ്യൻ വന്നിട്ട് അവൾക്ക് ബൊക്ക കൊടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിൽ നിന്ന് അവളാണെന്ന് വെച്ചാല് ആ ഒരു പയ്യനെ കണ്ടതും നല്ല മൂഡ് ഔട്ട് ആവാണ്. സംഭവം എന്താന്ന് വെച്ചാല് ഇവര് രണ്ടുപേരും തമ്മിൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവളുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ അവൾ ആ ഒരു പയ്യനെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബാച്ചിലർ പാർട്ടിയുടെ ആ ഒരു ദിവസം ഈ ഒരു പയ്യൻ ജിന്നിയുടെ ഫോണിലേക്ക് ഒരുപാട് കോൾ ചെയ്യുന്നുണ്ട്. അവളും ആ ഒരു കോൾ എടുത്ത് പുറത്ത് വന്ന് നോക്കുമ്പോൾ ആ ഒരു പയ്യൻ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാണ്. അവള് അവന്റെ അടുത്ത് പോയതിനു ശേഷം അവനെ കിസ് ചെയ്ത് ഒന്നും മിണ്ടാതെ തിരിച്ചു വരാണ്. സംഭവം എന്താന്ന് വെച്ചാല് ഈ ഒരു പെൺകുട്ടിക്ക് സെറ്റിലായ ആൾക്കാരെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം. ഈ ഒരു പയ്യൻ റോക്ക് സ്റ്റാർ ആവണമെന്ന് പറഞ്ഞ് പാട്ടിന്റെ പിന്നാലെ നടക്കുന്നോണ്ട് തന്നെ അവന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾക്ക് ആ പയ്യനെ ഇഷ്ടമായിരുന്നിട്ട് പോലും അവൾ അവനെ അവോയ്ഡ് ചെയ്യുന്നത്. ഈ ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാല് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വെൽ സെറ്റിൽഡ് ആണ്, അവര് നല്ല സ്നേഹത്തിലാണ്. അതുപോലെ ആ ഒരു പെൺകുട്ടിയുടെ ചേട്ടനും ചേട്ടത്തിയും വെൽ സെറ്റിൽഡ് ആണ്, അവര് നല്ല സ്നേഹത്തിലാണ് എന്നാണ് ഇവളുടെ വിചാരം. പക്ഷെ ആക്ച്വലി ഈ ചേട്ടനും ചേട്ടത്തിയും നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ തമ്മിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് അവർ ഉറപ്പിച്ചുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അച്ഛൻ. ഇതിപ്പോ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കല്ലേ. ഇതെങ്ങനെയാണ് പിന്നെ നേരായെന്ന് അറിയണ്ടേ. അതുപോലെ തന്നെ രസകരമായിട്ട് ഇവരുടെ ഈ ഒരു തല്ലും വഴക്കും ഇടിയും കുത്തൊക്കെ പറയുന്ന ഈ ഒരു മൂവി നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.